So hope I'm audible and visible. So for some reason, I don't think I'm able to set to the slideshow mode. Still, ഇന്ന് നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ജൂൺ 23 നമ്മുടെ നീറ്റ് PG എക്സാം ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ. സോ ഇനി നമുക്ക് മുന്നിൽ ഒരു 2 weeks ടൈം ഉണ്ട്. അപ്പൊ ഈ ഒരു ഫൈനൽ ലാബ് പീരീഡ് നമ്മൾ എങ്ങനെ ലൈക്ക് ആ ഒരു ഫേസ് നമ്മൾ ഓവർകം ചെയ്ത് എങ്ങനെ നല്ലൊരു രീതിയിൽ നീറ്റ് PG എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലൈയിങ് കളേഴ്സോടെ പാസ്സാകാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ വരുന്നത്. അപ്പൊ ത്രൂ ഔട്ട് ദ പാസ്റ്റ് 1 year പല കാര്യങ്ങളിലും നമ്മൾ ഒരുപാട് ലൈക്ക് ഡീപ്പായിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു അല്ലെ. ഓരോ കാര്യങ്ങളും ലൈക്ക് റിഗാർഡിംഗ് ദ GTs, ക്വസ്റ്റ്യൻ ബാങ്ക്, ഓരോ സബ്ജക്ട്സിനെ പറ്റി, റിഗാർഡിംഗ് ഹൗ ടു മേക്ക് എ പ്രോപ്പർ റിവിഷൻ പ്ലാൻ എന്നതിൽ തുടങ്ങി നമ്മൾ പല പല മേഖലകൾ കവർ ചെയ്തു. ആൻഡ് ഐ തിങ്ക് we also covered about the making the volatile books also. സോ ഈ വോളറ്റൈൽ ബുക്ക് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഹാൻഡി ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ വി ആർ ഹിയർ ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഫൈനൽ ലാബ്. ഓക്കെ, സോ ഇതുവരെ ഇതൊരു മാരത്തോൺ ആയിരുന്നു. ഇതായിരുന്നു എന്റെ ആദ്യത്തെ നിങ്ങളോട് പറഞ്ഞ ആ ഒരു ഫ്രേസും, അതായത് ഇതുവരെ ഇതൊരു മാരത്തോൺ ആയിരുന്നു. പക്ഷെ ലാസ്റ്റത്തെ ആ ഒരു 1 month എന്ന് പറയുന്നത് ദിസ് ഇസ് വെയർ യു ടേക്ക് ദ സ്പ്രിന്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടൈം യു ഹാവ് ടു ടേക്ക് ദ സ്പ്രിന്റ്. ഹൗ ഇസ് ഇറ്റ് എ സ്പ്രിന്റ്? ഇത്രയും നാള് നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ പഠിച്ചു, പലതവണ നിങ്ങൾ റിവൈസ് ചെയ്തു, പല GTs നിങ്ങൾ അറ്റൻഡ് ചെയ്തു, ചിലരുടെ സ്കോറുകൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തു. എന്നാൽ ചിലർക്ക് മേ ബി യു ഹാവ് സം പ്രോബ്ലംസ് ഇൻ ഡീലിംഗ് വിത്ത് ഇറ്റ്, and that might have made your scores a little stagnant also. Okay, ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു ലാസ്റ്റ് മന്തിൽ നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ദ സെയിം ഫുട്ടിലാണ്. ആൻഡ് ഈ ലാസ്റ്റ് മന്തിന് ഇറ്റ് ക്യാൻ ടേൺ ദ ടേബിൾസ്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഫ്രം ദിസ് മൊമെന്റ് ടു ദാറ്റ് നീറ്റ് PG എക്സാം വരെ ഇതൊരു സ്പ്രിന്റ് ആയിട്ട് തന്നെ ആ ഒരു എനർജി സംഭരിക്കേണ്ട സമയമായി. ആൻഡ് ഓൾസോ ഇതുവരെ നമ്മൾ പോയതുപോലെ നമുക്ക് സ്റ്റാഗ്നന്റ് ആയി ഇടയ്ക്കൊന്ന് ലാഗ് ആയാലും വലിയ പ്രശ്നമില്ല, വി കുഡ് ക്യാച്ചപ്പ്. ഇനി അതിനുള്ള സമയമില്ല. ഇവിടെ വെച്ചാണ്, ഈ ഒരു പോയിന്റ് തൊട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കുതിച്ചു കയറേണ്ടത്. ആൻഡ് ലെറ്റ് us see how you can do that. So first thing is keeping the spirits high. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പീരീഡ്, ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദ സെയിം തിങ്, എനിക്ക് പറയാനായിട്ട് സാധിക്കും ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു പീരീഡിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ അത്ര കോൺഫിഡന്റോടൊന്നും ആയിരിക്കില്ല ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത് അല്ലേ. ഐ തിങ്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആൾക്കാർ ഇന്ന് എന്റെ ഈ ഒരു സെഷൻ കേൾക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട്സ്. നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾ എവിടെ എത്തി, എന്താണ് നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ് എന്ന് നിങ്ങളെക്കാളും നന്നായിട്ട് അറിയാവുന്ന വേറെ ആരും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല, your situation will be entirely different from somebody else's situation. ഒരാൾ പഠിച്ചു വന്ന ആ ഒരു സാഹചര്യം തന്നെ ആയിരിക്കണം എന്നില്ല മറ്റേയാളുടെ സാഹചര്യം. സോ there will be definitely differences. സോ ഒരിക്കലും ഈ ഒരു ഫേസിൽ നിങ്ങൾ മറ്റൊരാളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. You guys are going to do, get through this by your own only. സോ അങ്ങനെ നിങ്ങൾ സ്വന്തമായി ജയിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പരീക്ഷയിൽ എന്തിന് നിങ്ങൾ ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിക്കണം? സോ ഈ ഒരു ഫേസിൽ ഡു നോട്ട് തിങ്ക് അബൌട്ട് എനിബഡി എൽസ്. അവർ എന്നെക്കാളും കൂടുതൽ പഠിച്ചു, അല്ലെങ്കിൽ അവർക്ക് എന്നെക്കാളും കൂടുതൽ മാർക്കുണ്ട്, റാങ്ക് ഉണ്ട്, ഇതൊന്നും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു പാർട്ട് നിങ്ങൾ റൈറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ ഈ ഒരു ടൈമിൽ ഡെഫിനറ്റ്ലി കുറച്ച് ആൻഷ്യസ് ആയിരിക്കും. സംടൈംസ് ദ ആൻസൈറ്റി ഡസന്റ് ഈവൻ ലെറ്റ് യു സ്റ്റഡി. ആ ഒരു ഫേസിലൂടെ ഡെഫിനറ്റ്ലി കടന്നുപോയ ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം നമുക്ക് ആൻസൈറ്റിയെക്കാളും കുറച്ചും കൂടി ഒരു ആന്റിസിപ്പേഷൻ ആയിരിക്കും, എങ്ങനെയെങ്കിലും ഇത് തീർന്നാൽ മതി എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു 2 week നമ്മളെ ചിലപ്പോൾ എന്റെ വാസ്റ്റ് സബ്ജക്ട്സ് നമ്മൾ ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്യും. പക്ഷേ ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് നമ്മൾ ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ഗെറ്റ് ത്രൂ ചെയ്യും. യു വിൽ ഡെഫിനറ്റ്ലി റീച്ച് ദ പോയിന്റ് വെയർ എവറിഥിങ് വിൽ ഫീൽ റിലീവ്. ഓക്കെ, പക്ഷെ കുറച്ച് നിങ്ങളൊന്ന് പുഷ് ചെയ്യേണ്ടി വരും. ഈ ഒരു 2 weeks കുറച്ച് നിങ്ങളൊന്ന് പുഷ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇറ്റ് ഇസ് ഓക്കെ. Understand that it is okay. Understand that this will definitely make you anxious. It will definitely make you depressed. It may make you feel like you're not going to get anything. It will. പക്ഷെ it is all okay. At the end of the day, നിങ്ങൾ എത്ര വർക്ക് ചെയ്തു അത് മാത്രമാണ് better. And understand that everybody near you is feeling the same. സോ ഈ ഒരു ആൻസൈറ്റിയുടെ പേരിലോ ഡിപ്രഷന്റെ പേരിലോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഫേസിലേക്കൊക്കെ നിങ്ങളെ തള്ളി വിടുമ്പോഴേക്കും ലൈക്ക് ഈ ഒരു ഫേസ് ഒക്കെ ഡെഫിനറ്റ്ലി വരും. ആൻഡ് ഈവൻ ഇഫ് ദാറ്റ് ഹാപ്പൻസ്, യു ഹാവ് ടു ടോക്ക് ടു സം ഓഫ് യുവർ സീനിയേഴ്സ്, ടോക്ക് ടു സം ഓഫ് യുവർ മെന്റേഴ്സ്. You have to write somewhere that you will get this rank. Within this rank, you will get your dream branch, and keep yourself motivated.
നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക. സോ ഡെഫിനറ്റ്ലി കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്. ഈ ഒരു 2 വീക്സ് മാക്സിമം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാം. ആൻഡ് റിയലൈസ് ദാറ്റ് ഇത്രയും ദിവസം നിങ്ങൾ ഒരു വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ വാർ ഫ്രണ്ടിലേക്ക് പോകേണ്ട ആ ഒരു ടൈമായി. അപ്പൊ ഇത്രയും നാൾ നമ്മൾ കുറെ പ്ലാൻസും സ്ട്രാറ്റജീസും കുറെ കാര്യങ്ങൾ ഇപ്പൊ ഒരു യുദ്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ, ഒരു വലിയൊരു യുദ്ധം വരികയാണ്. ഈവൻ ദ ബിഗ് even the biggest countries will prepare for the war അല്ലെ. They may have better amenities, അവർക്ക് നല്ല അമ്യൂണിഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ that doesn't mean they are going to win. The properly planned, ആ സ്ട്രാറ്റജിക്കൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത ഒരു ചെറിയ കൺട്രിക്ക് പോലും ജയിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ചെറിയ കൺട്രിയുടെ കോൺഫിഡൻസ് അവർക്കും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ആൻസൈറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ അവർ ജയിക്കുമോ എന്നൊക്കെയുള്ള ഭയവും ഭീതിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനു മേളിൽ പൊരുതാനുള്ള അവരുടെ ആ ഒരു സ്പിരിറ്റ് ആണ് something that will help them win അല്ലെ. Doesn't matter how many number of people you have, doesn't matter how many ammunition. So likewise, doesn't matter what's the score you're having in GT now, doesn't matter what your peers are doing. Okay, let them do what they have or what they can, but what you have അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇനിയുള്ള 2 വീക്സിൽ മാക്സിമം നിങ്ങളെ പുഷ് ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്ത് നീറ്റ് പി ജിയിൽ നല്ലൊരു റാങ്ക് എത്തിക്കുക. അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ വി വിൽ ഫോക്കസ് ഓൺ ദാറ്റ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്, the willingness to fight, it matters more than the time you got or the strength you had. Okay, നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തു എന്നുള്ള ആ ഒരു സ്ട്രെങ്തിനേക്കാളും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര സമയം ഇനി മുന്നിലുണ്ട്, 2 ആഴ്ചയും കൂടെ ഉള്ളൂ, എനിക്ക് ഇനിയും ഇത്രയും പഠിക്കാനുണ്ട് എന്നൊക്കെ ഉള്ളതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് കയ്യിൽ ഇപ്പൊ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് കൊടുക്കുക എന്നുള്ളത്. സോ ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു. സോ ഈ ഒരു 2 വീക്സ് ഫേസിൽ നിങ്ങൾ കുറച്ചുകൂടി മെസ്ഡപ്പ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ടോപ്പിക്സ് നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ കവർ ചെയ്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ വാട്ട് ഐ എം സെയിങ് ഇസ്, എല്ലാം പഠിച്ചു തീർക്കാൻ എന്തായാലും ഈ 2 വീക്സിനുള്ളിൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഈ 2 വീക്സിനുള്ളിൽ നമുക്ക് എന്ത് പഠിച്ചു തീർക്കാം എന്നുള്ളത് ഞാൻ പറയാം. അത് മാക്സിമം നന്നായിട്ട് പഠിച്ചു തീർത്ത് ഈ 2 വീക്സ് കഴിയുമ്പോൾ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദാറ്റ് വിൽ മേക്ക് യുവർ ചാൻസസ് ഗോ ഹൈ ലൈക്ക് എനിത്തിങ്. Okay, so definitely try to keep your spirits high. So ഈ ഒരു ഫേസിൽ ഓക്കെ, എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആവേണ്ടത്? ഡെഫിനറ്റ്ലി നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിച്ച കോഴ്സ് മൊത്തം 2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ 1 മാസം കൊണ്ടോ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഹ്യൂമൻലി പോസിബിൾ അല്ല. ഈവൻ ദോ പാർട്ടിയുടെ നോട്ട്സ് അത്ര ക്രിസ്പാണ്, അത്രയ്ക്ക് കൺസൈസ് ആണ്, എങ്കിൽ പോലും there will be times you might feel like you are not, you are lagging at your reading, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആകുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് റിവിഷനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഗ്ലാൻസിങ് ആണ്. ഓക്കെ, ഗ്ലാൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഒരു പേജ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും തൈറോയിഡിനെ കുറിച്ച് പറയാം. സോ തൈറോയിഡിന്റെ ഒരു പേജ് മേ ബി നിങ്ങൾ ഇന്റഗ്രേറ്റഡ് നോട്ട്സ് ഉണ്ടാക്കിയവരായിരിക്കാം, അല്ലാതെ നിങ്ങൾ നോർമൽ രീതിയിൽ പഠിച്ചവരായിരിക്കാം. സോ വാട്ട് എവർ ദ പ്രിപ്പറേഷൻ വേ യു ഹാഡ്, ഓക്കെ, എന്ത് രീതി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നിങ്ങളുടെ ടോപ്പിക് എടുക്കുന്നു ആൻഡ് യു ആർ സംവാട്ട് കോൺഫിഡന്റ് ഇൻ തൈറോയിഡ്. അത്ര കോൺഫിഡന്റ് അല്ല, എന്നാലും യു ആർ സംവാട്ട് കോൺഫിഡന്റ് ഇൻ തൈറോയിഡ്. ഇത് ഫുൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഓൺലി ഹാവ് ടൈം ഫോർ തൈറോയിഡ്. ഒരു 2 hours തൈറോയിഡിൽ പോയി. ദാറ്റ് ഇസ് നോട്ട് സംതിങ് അക്സെപ്റ്റബിൾ ഫോർ ദിസ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മേ നോട്ട് ബി കൺവിൻസിങ് ടു യു, പക്ഷെ ഗ്ലാൻസ് ഇറ്റ്, ജസ്റ്റ് ഓടിച്ചൊന്ന് ഈ തൈറോയിഡ് ഒന്ന് നോക്കുക. ആൻഡ് നിങ്ങൾ ഇതിനിടയ്ക്ക് പലതവണ നിങ്ങൾ നിങ്ങളുടെ ഹൈലൈറ്റർ പെൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ റെഡ് ഇങ്ക് വെച്ച് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്തരം ഏരിയാസ് ശ്രദ്ധിച്ചൊന്ന് മൈൻഡിൽ റിവൈസ് ചെയ്യുക, മൈൻഡിൽ ഒന്ന് ഗ്രഹിക്കുക. ആൻഡ് റെസ്റ്റ് ഓഫ് ദ പാർട്ട് ജസ്റ്റ് ഗ്ലാൻസ്. ഓക്കെ, ആൻഡ് ഇതിൽ എസ്പെഷ്യലി ഏത് പോയിന്റിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് റിവൈസ് ചെയ്യേണ്ടത് എന്നറിയാനായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 5 കൊല്ലത്തെ നീറ്റിന്റെ ഇനിസെറ്റ് ഒരു 3 year, ഇനിസെറ്റ് 3 year പോസിബിൾ അല്ലെങ്കിൽ പോലും നീറ്റ് 5 year മസ്റ്റ് ആയിട്ട് നോക്കണം. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപടി റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്, പക്ഷെ പ്രീവിയസ് ഇയർ ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആവും. സോ ഡെഫിനറ്റ്ലി പ്രീവിയസ് ഇയറിന്റെ ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇന്ന ഏരിയാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ആ ഏരിയാസിൽ നിന്നും എസ്പെഷ്യലി ആ ഏരിയാസ് സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്ത് അത് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ടൈം ഇല്ലെങ്കിലും ഗ്ലാൻസ് ചെയ്തിട്ടെങ്കിലും പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. സോ PYQൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഓടിച്ച് ഇതുപോലെ ഒന്ന് വായിച്ചിട്ടെങ്കിലും പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഒരു ഇതില് നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ഈ ഒരു 2 weeks മാക്സിമം പുഷ് ചെയ്യാണല്ലോ. സോ ഈ 2 weeks പുഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. സോ ഈ കൊച്ചു കാര്യം നിങ്ങൾ നോക്കുന്നവരെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും. നിങ്ങൾ ചിലപ്പം ആ ഒരു എക്സാം ടൈമിലായിരിക്കും ഇത് റിയലൈസ് ചെയ്യുക. അങ്ങനെ റിയലൈസ് ചെയ്ത ഒരുപാട് മൊമെന്റ്സ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് മനസ്സിലാവോ ഞാൻ പഠിച്ച കാര്യം
ഞാൻ എവിടെയോ കേട്ട കാര്യം, കണ്ട കാര്യം. സോ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ലിറ്റിൽ നോളേജ് ഇസ് നോട്ട് എ ഡേഞ്ചറസ് തിങ് ഹിയർ. കാരണം എന്തിനെ കുറിച്ചെങ്കിലും ചെറിയൊരു അറിവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ഗ്ലാൻസിങ് മെത്തേഡ്, നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് മാത്രം എടുത്ത് കുത്തിയിരുന്ന് റിവിഷൻ ചെയ്തിട്ട് പോകാം എന്നൊരിക്കലും വിചാരിക്കരുത്. ആ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ടോപ്പിക്സ് എടുക്കുക. ഹൗവർ സിമ്പിൾ ഇറ്റ് സീംസ്, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ടോപ്പിക്സും ഒരു തവണ കുത്തിയിരുന്ന് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗ്ലാൻസ് ഇറ്റ് ആൻഡ് ഗോ. ദാറ്റ് ഇസ് ദ ബേസ് ലൈൻ. ഓക്കെ, ബിക്കോസ് ഒത്തിരി പേര് എന്നോട് ഈ ഒരു സമയത്ത് ചോദിച്ചു, ഈ ഒരു 2 വീക്ക് എങ്ങനെ റിവിഷൻ ചെയ്യും? ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ, ബട്ട് ദിസ് ഇസ് ഹൗ ഐ ക്യാൻ സിംപ്ലിഫൈ ദാറ്റ്. ഓക്കെ, ഇനി സബ്ജക്ട് പ്രിഫറൻസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലൈക്ക് യു വിൽ ബി ഇത്രയും നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരു ദിവസം മുഴുവൻ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോർണിംഗ് നിങ്ങൾ എണ്ണിക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഫ്രഷ് ആണ്. സോ യു ക്യാൻ ഗീവ് ഒരു സോറി ഫോർ ദ മിസ്റ്റേക്ക് ഇൻ ദ സ്ലൈഡ്, ഇറ്റ്സ് റിട്ടൺ വീക്ക്, മോഡറേറ്റ് ആൻഡ് ഈസി. ഐ മെന്റ് ഹാർഡ്, മോഡറേറ്റ് ആൻഡ് ഈസി. മോർണിംഗ് എണ്ണിക്കുമ്പോൾ ഉള്ള ഒരു സെഷൻ, ഒരു ഉച്ചവരെയുള്ള സെഷൻ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാർഡ്. ഈ ഹാർഡ്നെസ്സും ഈസിനെസ്സും ഒക്കെ ഒരിക്കലും ലൈക്ക് എന്താ, ഐ കനോട്ട് സേ ദാറ്റ് ദിസ് സബ്ജക്ട് ഇസ് ഹാർഡ്. ഇറ്റ് ഇസ് ഓൾ സബ്ജക്റ്റീവ് ടു യു. സി, നിങ്ങളോട് ആരെങ്കിലും പറയുന്നു, ഓ ഡെർമറ്റോളജി ഇസ് വെരി ഈസി, അതെന്ത് ഇത്ര പഠിക്കാൻ, പക്ഷെ മേ ബി ഡെർമറ്റോളജി ഇസ് ഹാർഡ് ഫോർ യു. ഇഫ് ഇറ്റ് ഇസ് ഹാർഡ് ഫോർ യു, ദർ ഇസ് നോ റോങ് ഇൻ ടേക്കിംഗ് ഗിവിംഗ് ഇറ്റ് മോർ പ്രയോറിറ്റി. ഓക്കെ, സോ ഹാർഡ്, മോഡറേറ്റ്, ഈസി, ഇങ്ങനെ മൂന്നായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഡിവൈഡ് ചെയ്യാം, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സോ ദാറ്റ് വിൽ മേക്ക് ഇറ്റ് ലെസ് മോണോട്ടോണസ്. ഓക്കെ, ആൻഡ് അനദർ തിങ് യു നോ ദാറ്റ് നീറ്റ് പി ജിയിൽ ഇമേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഓൾ ത്രൂ ഔട്ട് ദിസ് 1 year ജേർണി ഞാൻ വളരെയധികം എംഫസൈസ് ചെയ്തൊരു ഫാക്ട് ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക് അടിച്ചു കൊടുത്തിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് അതിൽ വരുന്ന ഒരു 10 ഇമേജസ് ഉണ്ടെങ്കിൽ അത്രയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഒരു ഇമേജ് ബാങ്ക് ഉണ്ടാക്കണം എന്നുള്ളത്. ഈവൻ യു ഹാവ് യുവർ വൈബ് ബുക്സ് ആൻഡ് ഓൾ, ബട്ട് ഈവൻ ഇഫ് വൈബ് മാത്രമല്ല, ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് യു. ബിക്കോസ് ഗൂഗിളിൽ വരുന്ന പലതരം ഇമേജസിൽ ഏതെങ്കിലും ഒരു ഇമേജ് ആയിരിക്കും മോസ്റ്റ്ലി നീറ്റ് പേജിൽ വരിക. ബിക്കോസ് അവർ യൂഷ്വലി എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഇമേജസ് ഒന്നും ആയിരിക്കണമെന്നില്ല, ഗൂഗിൾ ഇമേജസ് ഒക്കെ തന്നെ ആയിരിക്കും. ആൻഡ് ദെയർഫോർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈക്ക് വളരെ ക്ലാരിറ്റി ഒക്കെ ഉള്ള ഒരു പടമൊന്നും പോലും പലപ്പോഴും നിങ്ങൾക്ക് നീറ്റ് പി ജിയിൽ പ്രതീക്ഷിക്കേണ്ട. വളരെ എന്താ പറയാ, നോർമൽ രീതിയിലുള്ള ഒരു എക്സാം പോലെ തന്നെ തിങ്ക് ചെയ്താൽ മതി. ആൻഡ് സോ അത്തരം ഇമേജസ് മോസ്റ്റ്ലി വരുന്നത് ഗൂഗിളിൽ നിന്നായിരിക്കും. സോ അങ്ങനത്തെ ഇമേജസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗൂഗിൾ ഇതുപോലെ ഒരു ഇമേജ് ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഇമേജ് ബാങ്ക് റെഫർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ് കവർ ചെയ്യുന്ന കൂട്ടത്തിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇമേജസ് ഒന്ന് പെട്ടെന്ന് ഗ്ലാൻസ് ചെയ്യുക. അതിനുവേണ്ടി ഒത്തിരി ടൈം ഒന്നും കളയരുത്. ജസ്റ്റ് ലുക്ക് ആൻഡ് ഗോ, so that you can easily identify or you can even remotely remember stuffs when it comes to NEET PG. Okay. പിന്നെ ഈ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻ ബാങ്കുകൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റോ പെർട്ടിക്കുലർ ടോപ്പിക്കോ ഫോക്കസ് ചെയ്യാൻ നമുക്കിനി സമയമില്ല. ഡെഫിനറ്റ്ലി ഈ ഒരു പോയിന്റിൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യാനുള്ള ബെറ്റർ തിങ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫേസിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം, മെമ്മറി ബൂസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഈ 2 ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. സോ ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് സെഷൻസ് എടുത്തതാണ്. എങ്ങനെ ഗസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാം, മെമ്മറി ബൂസ്റ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇതെല്ലാം നിങ്ങൾ ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു 2 വീക്സ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിന് ഇതൊക്കെ കൊടുത്ത് ശീലമാക്കുക, പ്രിപ്പയർ ഇറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ജി ടിയുടെ ഫ്രീക്വൻസീസിനെ പറ്റി പറയുമ്പോൾ, ഷുഡ് യു അറ്റൻഡ് ദ ജി ടി? ഈ ലാസ്റ്റ് 2 വീക്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ? ഡിപ്പെൻസ് ഓൺ യുവർ സ്പിരിറ്റ്സ് ആക്ച്വലി. സി, നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് ഒരു 450 എബോ മാർക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഇറ്റ്സ് ഓക്കെ, യു ഫീൽ ലൈക്ക് യു നീഡ് എ ബ്രേക്ക്, യു ഗോ ഫോർ ഡൂയിങ് എ ജി ടി. അല്ലെങ്കിൽ ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് ഒരു ജി ടിയും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് ഒന്നുകൂടെ ഞാൻ പഠിച്ചതൊക്കെ തറവായി എന്ന് എനിക്ക് തോന്നുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ആസ്പെക്റ്റിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ടൈമിൽ ജി ടി കൊടുക്കാം. പക്ഷേ ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് നോ, ഐ എം മൈ മാർക്സ് ആർ ഗോയിങ് ഡൗൺ, ഈവൻ ഇഫ് ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു 450 എബോ മാർക്ക് അല്ലെങ്കിൽ 400 എബോ മാർക്ക് ഉള്ള ആളുകൾക്ക് പോലും ദേ മേ ഫീൽ ലൈക്ക് ഓക്കെ, ഞാൻ ഇപ്പൊ ജി ടി ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ എന്റെ ജി ടിയുടെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെസ്പായാലോ, അങ്ങനെ വിചാരിക്കുന്നവർ ചെയ്യരുത്. അതുപോലെ തന്നെ again I have to say, those people who are still in the 200 300 range to 400 range, do not worry, because ഈ ഒരു 2 വീക്സിൽ നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഠനം ഭയങ്കര സിംപ്ലിഫൈഡ് ആണ്. ആ സിംപ്ലിഫൈഡ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഓൾസോ ടേൺ ദ ടേബിൾസ്. സോ അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നിങ്ങൾ ആ 2 വീക്സിൽ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്നത് കൊടുത്തു കഴിഞ്ഞാൽ, ദാറ്റ്സ് വൈ ഐ ടോൾഡ് ദിസ് ഇസ് എ സ്പ്രിന്റ്. ഇതുവരെ ഉള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. And somebody just messaged me, Marul, ഇത്രയും മാർക്ക് ഉണ്ട്, but I got only this rank. Never bother about that.
ഓൾവേസ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ബാങ്ക് ബയസ് ഇൻ എവറി ആപ്പ്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ബാങ്ക് ഒരു ആപ്പിലെ ഫുള്ള് ചെയ്ത ഒരു വ്യക്തിക്ക് അയാൾ അത് GT വരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ആൻസർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ക്വിസ് ചെയ്യുന്ന മെമ്മറി മതി. ജസ്റ്റ് ഒരു റാൻഡം മെമ്മറിയാണ്. അതിന്റെ ഫലമല്ല നീറ്റ് പി ജി. നീറ്റ് പി ജി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് തിങ്. കുറെയൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയാ സ്മാർട്ട് തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. ഓക്കെ, സോ ഐ കനോട്ട് എംഫസൈസ് മോർ ഓൺ ദിസ്. സോ GTs നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ആ ഒരു 400 വരെ റാങ്ക് ഉള്ള ആളുകൾക്ക് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചെയ്ത് നോക്കി, ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു ഡു ഇറ്റ് മോർ, ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേൺ യുവർ ടേബിൾസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഐ ഡോണ്ട് തിങ്ക് GTs ചെയ്യേണ്ട അത്ര മാൻഡേറ്ററി ഒന്നുമല്ല. വേണമെങ്കിൽ നമുക്ക് ഈ വീക്ക് ഒരു GT കൂടെ ചെയ്യാം. ലാസ്റ്റ് 1 വീക്ക് പ്രിഫറബിളി GTs ചെയ്യണ്ട, പ്രിഫറബിളി ചെയ്യണമെന്നില്ല. ബട്ട് സംടൈംസ് എനിക്ക് കുറച്ചും കൂടെ ആൻസൈറ്റി റിലീവിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു GT ചെയ്ത് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് ഓക്കെ ആണ് എന്നറിയുന്നതാണ്. സോ ഇറ്റ് ഡിപ്പെൻസ്, ഇറ്റ്സ് വെരി പേഴ്സണൽ ചോയ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് അതനുസരിച്ച് മോഡിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. സോ ഫ്രീക്വൻസി ഓഫ് ദ GTs ക്യാൻ ബി ഡൺ അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്സ്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സ്, ഇമേജ് ബാങ്ക്, ഇതൊക്കെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ കുറച്ച് ഡള്ളായിരിക്കും. സോ ആ ഒരു ഫേസിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗ്ലാൻസ് ഇതൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അതുപോലെ തന്നെ വോളറ്റൈൽ ബുക്ക്, ഇഫ് യു ഹാവ് മെയ്ഡ് എ വോളറ്റൈൽ ബുക്ക് ഇറ്റ്സ് വെരി ഗുഡ്. സോ റിവൈസ് ദാറ്റ് വോളറ്റൈൽ ബുക്ക് 1 hour എവറി ഡേ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 hour എവറി ഡേ വോളറ്റൈൽ ബുക്സ് നന്നായിട്ട് കവർ ചെയ്യണം. So that is also important. Even if you do not have a volatile book now, നിങ്ങൾ ഓൾറെഡി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള, സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുള്ള, ഈ പേപ്പർ വെച്ചിട്ടുള്ള മാർക്കൊക്കെ ചെയ്തിട്ടുള്ള ആ സംഭവങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് വീണ്ടും റിവൈസ് ചെയ്യുക. സോ അതിന് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട, 1 hour മതി. ബിക്കോസ് യൂഷ്വലി അങ്ങനത്തെ സ്റ്റഫിലൊക്കെ ഈ ഫോർമുലാസ്, സ്റ്റേജിങ്, ഗ്രാഫ്, അങ്ങനത്തെ മഗിങ് അപ്പ് സാധനങ്ങളായിരിക്കും. അതിനൊക്കെ ഒരു 1 hour കൂടുതൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ട. ബട്ട് എല്ലാ ദിവസവും നിങ്ങൾ 1 hour വെച്ച് ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ടുവേർഡ്സ് ദ എക്സാം അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ആൻഡ് ഓൾസോ കസ്റ്റം മൊഡ്യൂൾസിന്റെ എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കസ്റ്റം മൊഡ്യൂൾസ് വരുന്നതൊക്കെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി ഫ്രീക്വന്റ് ആണ് ചലഞ്ച് ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങളുടെ സമയം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ സ്റ്റേ ഓൺ ട്രാക്ക്. ഈ സമയത്ത് ഇതാണ് ഏറ്റവും വലിയ ഗോൾ. മറ്റൊരു ഗോളിലേക്ക് നിങ്ങൾ പോകരുത്. ആരുടെയെങ്കിലും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ കല്യാണം ഉണ്ടെങ്കിൽ പോലും ഐ വുഡ് സേ ഈ ഒരു 2 week ഡോണ്ട് ഗോ ഫോർ എനിത്തിങ് എൽസ്. 12 to 14 hours a day മസ്റ്റ് ആയിട്ടിരിക്കണം. ആൻഡ് പൊമിഡോറോ ടെക്നിക് ക്യാൻ ബി യൂസ്. പൊമിഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊമിഡോറോ ആപ്സ് അവൈലബിൾ ആണ്. ഒരു 20 minutes പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 minute ബ്രേക്ക് എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ആൻഡ് ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ റിവിഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള കണക്കൊന്നുമില്ല. എവിടെയെങ്കിലും നിങ്ങൾ അത്ര വീക്കായി തോന്നുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ GTs ആണ് ഇമ്പോർട്ടന്റ്, ക്വസ്റ്റ്യൻ ബാങ്ക് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. കസ്റ്റം മോഡ്യൂൾസ് ചെയ്യുക ഒരു 10 എണ്ണമെങ്കിലും. സോ ഇതിനു മുമ്പ് നമുക്ക് ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. It's about the exam taking preparation, right? So should you do a GT in the last 2 weeks? നമ്മൾ ഓൾറെഡി അഡ്രസ് ചെയ്തു. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് എ GT, എല്ലാ GTസും റിയൽ എക്സാം ആയിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. ആൻഡ് കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് അപ്ലൈ ചെയ്യുക. ഇപ്പൊ പുതിയൊരു ടൈം ഷെഡ്യൂൾ വന്നു, നിങ്ങൾക്കറിയാം. ഓൾറെഡി നിങ്ങൾ അതിന്റെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഡെഫിനറ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് ഒക്കെ അപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ ടൈം ഡിവിഷനുള്ളിൽ നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക. GTസിന്റെ രൂപമൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ. സോ ഡെഫിനറ്റ്ലി അതൊക്കെ ചെയ്ത് പഠിക്കാം. ആൻഡ് മൾട്ടിപ്പിൾ റിവ്യൂസും പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും സെഷൻ ആണെങ്കിൽ ആ സെഷനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു 2 റിവ്യൂ ചെയ്ത് തീർക്കാനുള്ള രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇങ്ങനെ ഒരു ടൈം 4 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് മാർക്ക് ഫോർ റിവ്യൂ നമുക്ക് ഒത്തിരി വെക്കാൻ പറ്റില്ല. വളരെ കുറച്ച് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ വെക്കുന്ന രീതിയിൽ ആദ്യത്തെ ഒരു 2 റൗണ്ട് ഓഫ് ആൻസറിംഗ് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഓൾസോ പോസ്റ്റ് GT ആൻസർ റിവ്യൂ, ഇനി നിങ്ങൾക്ക് അതിനുവേണ്ടി 1 ദിവസം 2 ദിവസം ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല. തെറ്റിപ്പോയത് എന്താണോ അത് മാത്രം ഒന്ന് ഓടിച്ചൊന്ന് നോക്കുക. ഫിനിഷ്. അത്രയും നിങ്ങൾക്ക് GTs നേടും. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ, I would say previous year questions ആണെങ്കിൽ there is no limit to it. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് previous year questions ഡെഫിനറ്റ്ലി ചെയ്തു തീർക്കാം. അതിന് നമുക്ക് അങ്ങനെ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യാം. സോ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എക്സാമിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഒന്നും കൂടി വരാം. ഐ വിൽ ജസ്റ്റ് മേക്ക് യു ടെൽ യു വാട്ട് യു ഹാവ് ടു ലുക്ക്. ഈ ഒരു ഫേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിലുള്ള പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ സ്ലീപ്പ്. ഉറക്കം കളഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ പോകില്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആണ്. നിങ്ങൾ 12 to 14 hours a day നിങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്യുകയാണ് അല്ലേ? ഓക്കെ, യു ആർ പുഷിങ്. ആ പുഷിങ്ങിനിടയ്ക്ക് നിങ്ങൾ ഉറങ്ങാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ യുവർ ബ്രെയിൻ വിൽ ബ്രേക്ക് ഔട്ട്, ഇറ്റ് വിൽ ബേൺ ഔട്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു
പ്രോസസ്സിലേക്ക് നിങ്ങളുടെ ബ്രെയിനെ എത്തിക്കരുത്. സോ ഐ വുഡ് ലൈക്ക് ടു സേ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഈ ഒരു 2 വീക്സ് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിൽ നമുക്ക് മാക്സിമം ഈ ഒരു 2 വീക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഐ തിങ്ക് അവർ ടൈം ഇസ് അപ്പ്. താങ്ക് യു.